ഞങ്ങൾക്ക് ഏറ്റവും വലിയ നമ്മുടെ ഭൂമി പ്രപഞ്ചനായ അയ്യപ്പനെ തൊഴുത് വണങ്ങുന്നതിന് സമമാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിലൂടെ വന്നിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേടിയാണ് ഞങ്ങൾ കൊല്ലത്തു നിന്ന് വന്നവരാണ്. പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും എല്ലാ സഹചാരികളും എത്തിയിട്ടുള്ള ഒരു സംഗമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിന് സർവ്വവിധ ആശംസകൾ നേരുകയാണ്. ഈശ്വരൻ നമ്മളോടൊപ്പമുണ്ട്. ആ ശബരിമല അയ്യപ്പൻ നമ്മളോടൊപ്പമുണ്ട്. ശബരിമല അയ്യപ്പനെ ആരാണോ നിന്ദിക്കുന്നത് അവരെല്ലാരും അനുഭവിച്ച വരിയെത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സംഗമം നടത്തുന്നത്. ജനങ്ങളുടെ ആശയാണ്, ജനങ്ങളുടെ സംഗമമാണ്. ജനങ്ങളുടെ ആശയിൽ മുഴുകിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഹാളിന്റെ നില ഇന്നത്തെ ആളുകളുടെ ഇത് കണ്ട എത്രത്തോളം സജീവമാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് നടത്തിയ സംഗമവും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തണം. അവിടെ ഒഴിഞ്ഞുകിടന്ന കസേരകൾ കണ്ടപ്പോ ഇവിടെ ഇരിക്കാൻ കസേരകളുടെ ആളുകൾ നിൽക്കുന്നു. ഇതൊന്നും ആരും സംഘടിപ്പിച്ച് കൊണ്ടുവന്നവരല്ല. ഇതെല്ലാം ആളുകൾ അറിഞ്ഞു വന്നവരാ. ഇതിനുവേണ്ടി ഒരു പ്രത്യേക സംഘാടനം ഒന്നും നടന്നിട്ടില്ല. ജനം അതിലൊരു അറിയിപ്പിനനുസരിച്ച് വന്നു കയറിയാണ്. ഒരു സംഘാടനം എന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് ഒരു സംഘാടനവും ഇതിനു വേണ്ടി നടന്നിട്ടില്ല. ഇത് വിശ്വാസികളുടെ ഒരു സംഘമാണ്. അതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. നോക്കൂ, നിങ്ങൾ തന്നെ നോക്ക്. നിങ്ങൾക്കൊക്കെ കണ്ടൂടെ? നിങ്ങൾക്കൊക്കെ കാണാമല്ലോ. ആൾക്കാരുണ്ടോ നോക്ക്. ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. ജനങ്ങളെ ആ നിൽക്കാൻ സ്ഥലമില്ലാതെ പുറത്തോട്ട് നോക്കണം. കണ്ടോ, ഇത്രയും ജനങ്ങളാ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്താ ചിന്തിക്കണം. ഈ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കണം ഗവൺമെന്റ്. ശബരിമല സംരക്ഷണ സംഗമത്തിൽ വലിയ പങ്കാളിത്തമാണ്, ഭക്തരുടെ വലിയ പങ്കാളിത്തമാണ് എന്നാണ് ഇതിൽ പങ്കെടുത്ത ആളുകളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ജനം അജിത്തോട് കൊണ്ടപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.